അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററാണ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അതായത് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഹെഡുകളിൽ ഉൾപ്പെടുത്താതെ ഇതിൽ മാത്രം ഉൾപ്പെടുത്തുന്ന ഇൻകത്തിനെയാണ് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത്. എ റെസിപ്റ്റ് ഷാൾ ബി ടാക്സബിൾ അണ്ടർ ദിസ് ഹെഡ് ഇഫ് ദ ഫോളോവിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. അതായത് താഴെ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ആ റെസിപ്റ്റിനെ ഈ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്ന ഹെഡിൽ ഉൾപ്പെടുത്തുന്നത്. സച്ച് റെസിപ്റ്റ് ഷാൾ ബി എ ടാക്സബിൾ ഇൻകം ആവണം. ഡസ് നോട്ട് സ്പെസിഫിക്കലി ഫാൾ അണ്ടർ എനി വൺ ഓഫ് ദ അതർ 4 ഹെഡ്സ് ഓഫ് ഇൻകം. മറ്റുള്ള 4 ഹെഡിൽ ഉൾപ്പെടാനും പറ്റില്ല. അങ്ങനെയുള്ള ഇൻകത്തിനെയാണ് ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ടാക്സബിൾ ഇൻകം അണ്ടർ ദിസ് ഹെഡ്, ഈ ഹെഡിൽ വരുന്ന ടാക്സബിൾ ഇൻകംസ് ആണ് ഇവിടെ ഈ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അത് വായിച്ച് പഠിക്കുക. ഞാൻ മുഴുവനായിട്ടൊന്നും വായിക്കുന്നില്ല. ഡിവിഡൻഡ് ഉണ്ട്, ക്യാഷ്വൽ ഇൻകം, ഷെയർ പ്രീമിയം, എക്സസ് ഓഫ് ഫെയർ മാർക്കറ്റ് വാല്യൂ, ഇൻകം ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓർ കോമ്പൻസേഷൻ, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു 10-30 പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ പോയിൻറ്റ്സൊക്കെ നിർബന്ധമായിട്ടും പഠിക്കുക. തിയറി ആയിട്ടും വരാം, പ്രോബ്ലത്തിനും ആവശ്യമുള്ള സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. ടാക്സബിൾ ഇൻകം അണ്ടർ ദിസ് ഹെഡ്, അതായത് ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ഉൾപ്പെടുത്തുന്ന ടാക്സബിൾ ഇൻകംസ് ആണ് ഈ പറഞ്ഞ 30 കേട്ടോ. അപ്പോൾ അത് നോക്കുക. പിന്നെ അതിൽ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ഈ ഡിവിഡൻഡൊക്കെ എങ്ങനെയാണ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിന് എക്സംഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവമാണ് നമ്മൾ വേറെ എടുത്ത് പറയുന്നത്. അതായത് ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയറിൻ്റെ അല്ലെങ്കിൽ അവരുടെ പോർഷൻ്റെ ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റിനെയാണ് എന്തു പറയുക, ഡിവിഡൻഡ് എന്ന് പറയുന്നത് അല്ലേ. വെദർ ഔട്ട് ഓഫ് ടാക്സബിൾ ഇൻകം ഓർ ടാക്സ് ഫ്രീ ഇൻകം, അത് ടാക്സബിൾ ഇൻകം ആവാം, ടാക്സ് ഫ്രീ ഇൻകം ആവാം, ഏത് രീതിയിലും ഡിവിഡൻഡിനെ കാണാം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. എനി ഇൻകം ബൈ വേ ഓഫ് ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം എ കമ്പനി വെദർ ഡൊമസ്റ്റിക് ഓർ ഫോറിൻ, ഡൊമസ്റ്റിക് കമ്പനിയോ അല്ലെങ്കിൽ ഫോറിൻ കമ്പനിയോ ഏതാണ് എന്നുണ്ടെങ്കിലും ഇൻ ദ ഹെഡ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് അറ്റ് നോർമൽ റേറ്റ്സ് ഓഫ് ടാക്സ്, ടാക്സബിൾ ആണ്. ഇൻ ദ ഹെഡ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് നോർമൽ റേറ്റ് ഓഫ് ടാക്സ്. ബട്ട് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ എ ഡൊമസ്റ്റിക് കമ്പനി ബിഫോർ 1/4/2020 ആൻഡ് റിസീവ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ഓൺ ഓർ ആഫ്റ്റർ 1/4/2020, അതായത് 1/4/2020 ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതും ബിഫോർ അതിന് മുന്നേ, അതേപോലെ തന്നെ റിസീവ് ചെയ്തതും 1/4/2020 ഓർ ആഫ്റ്റർ 1/4/2020 അതിന് ശേഷം റിസീവ് ചെയ്തതുമാണെങ്കിൽ വിച്ച് ടാക്സ് അണ്ടർ 115(0) എന്ന് പറയുന്ന കണ്ടീഷൻസിലാണ് അത് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈഫ് അപ്ലിക്കബിൾ ഹാസ് ബീൻ പെയ്ഡ് വുഡ് ബി എക്സംപ്റ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്, അത് എക്സംപ്റ്റഡ് ആണെന്നാണ് പറയുന്നത്. ഈഫ് അപ്ലിക്കബിൾ ഹാസ് ബീൻ പെയ്ഡ് വുഡ് ബി എക്സംപ്റ്റ്, ഇത് ഈ സെക്ഷൻ പ്രകാരം അപ്ലിക്കബിൾ ആണ്. ദെൻ പെയ്ഡ് വുഡ് ബി എക്സംപ്റ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ഷെയർ ഹോൾഡർ, ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തത് എക്സംപ്റ്റഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. പേയ്മെൻറ്റ് നടത്തിയത് എക്സംപ്റ്റഡ് ആണ്. 1/4/2020 മുമ്പേയും റിസീവ് ചെയ്തത് 1/4/2020 ശേഷവുമായിട്ടുള്ളത് എക്സംപ്റ്റഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഡിവിഡൻഡ് ഫ്രം എ ഫോറിൻ കമ്പനി ആൻഡ് ഡീംഡ് ഡിവിഡൻഡ് ഫ്രം എൻ ഇന്ത്യൻ കമ്പനി അണ്ടർ സെക്ഷൻ 2C-22E ആർ ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് അണ്ടർ ദിസ് ഹെഡ്. ഈ ഹെഡിൽ അത് ടാക്സബിൾ ആണ്. ഡീംഡ് ഡിവിഡൻഡ് ഫ്രം എൻ ഇന്ത്യൻ കമ്പനി, അതേപോലെ തന്നെ ഡിവിഡൻഡ് ഫ്രം എ ഫോറിൻ കമ്പനി അണ്ടർ ദിസ് ഹെഡ് റിഗാർഡ്ലെസ് ഓഫ് ദ ഫാക്ട് വെദർ ഷെയർസ് ആർ ഹെൽഡ് ബൈ ദ അസസി ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ആ സ്റ്റോക്ക് ഇൻ ട്രേഡ്, ഏതാണെന്നുണ്ടെങ്കിലും ഡിവിഡൻഡ് വിച്ച് ഈസ് റിസീവ്ഡ് ഫ്രം എ കോർപ്പറേറ്റ് സൊസൈറ്റി ഈസ് ആൾസോ ടാക്സബിൾ. കോർപ്പറേറ്റ് സൊസൈറ്റിയിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഡിവിഡൻറ്റും എന്താണ്, ടാക്സബിൾ ആണ്. ഈ ഇൻകം ഫ്രം അതർ ഹെഡ് എന്ന് പറയുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നതിൽ ടാക്സബിൾ ആണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ദെൻ ഡീംഡ് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഡിവിഡൻഡ് വിച്ച് ഈസ് നോട്ട് ആക്ച്വലി പെയ്ഡ് ആസ് എ ഡിവിഡൻഡ് ബട്ട് അസ്യൂംഡ് ടു ബി എ ഡിവിഡൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് ടാക്സേഷൻ അണ്ടർ ദ ഇൻകം ടാക്സ് ലോ. ഡീംഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് വിച്ച് ഈസ് നോട്ട് ആക്ച്വലി പെയ്ഡ് ആസ് ഡിവിഡൻഡ് ബട്ട് അസ്യൂംഡ് ടു ബി ഡിവിഡൻഡായിട്ട് അസ്യൂം ചെയ്തിട്ടുണ്ട്, പക്ഷേ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. അത് ഇതിൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ടാക്സബിൾ ആണ് എന്നുള്ളതാണ്. ഡീംഡ് ഡിവിഡൻഡ് ടാക്സ്
ഫാൾസ് അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 222 പ്രകാരമാണ്. ദെൻ ബോണസ് ഷെയർസിൻ്റെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. Bonus shares declared by the company to its equity shares shall not be treated as dividend as there is no release of profit. അതിനെ ഡിവിഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, കാരണം പ്രോഫിറ്റ് ഒന്നും റിലീസ് ആവുന്നില്ല. പ്രോഫിറ്റിന് പകരം അവിടെ ഷെയർ ആണ് കൊടുക്കുന്നത്. ദെൻ ഡിഡക്ഷൻ ഫ്രം ദ ഡിവിഡൻഡ് ഇൻകം. ഇവിടെ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഡിവിഡൻഡ് ഇൻകത്തിൽ നിന്നുള്ള ഡിഡക്ഷൻസ് ഏതൊക്കെയെന്നുള്ളതാണ്. ദ ടാക്സബിൾ ഡിവിഡൻഡ് ഈസ് computed after making the following deductions. ടാക്സബിൾ ഡിവിഡൻറ്റിൽ നിന്ന് ഈ പറയുന്ന ഡിഡക്ഷൻസ് ഒക്കെ കുറച്ചിട്ട് ബാക്കിയുള്ളതിനാണ് ടാക്സ് അടയ്ക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. കമ്മീഷൻ ഓർ റെമ്യൂണറേഷൻ ഫോർ റിയലൈസിങ് ഡിവിഡൻറ്റ് റിയലൈസ് ചെയ്യാനായിട്ട് കമ്മീഷനോ റെമ്യൂണറേഷനോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, എനി അതർ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺലി ആൻഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഏണിംഗ് such dividend except in the nature of capital expenditure or personal expenses ആണ്. എനി അതർ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ്, വേറെ എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ഇതിന് ഫോർ ഏണിങ്, ആ ഡിവിഡൻറ്റ് ഏൺ ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ടെങ്കിൽ, എക്സെപ്റ്റ് ഇൻ ദ നേച്ചർ ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഒഴികെ, അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ചിട്ട് ബാക്കിയുള്ളതിനാണ് ഡിഡക്ഷൻസ് ഉള്ളത് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ നോട്ട് പറയുന്നത് എനി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് എക്സെംപ്റ്റഡ് ഡിവിഡൻറ്റ് ഷാൾ നോട്ട് ബി അലൗഡ് ആസ് ഡിഡക്ഷൻ. അതായത് ഇപ്പോൾ നമുക്ക് എക്സെംപ്റ്റഡ് ആയിട്ടുള്ള ഡിവിഡൻറ്റിൻ്റെ മുകളിൽ, അതായത് എക്സെംപ്റ്റഡ് ആയിട്ടുള്ള ഡിവിഡൻറ്റിനാണ് എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിന് ഡിഡക്ഷൻസ് ഇല്ല എന്നുള്ളതാണ്. ഇൻകം ഫ്രം യൂണിറ്റ്സ് ഓഫ് സ്പെസിഫൈഡ് കമ്പനി ഓർ മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസിൽ സച്ച് ഇൻകം, മ്യൂച്വൽ ഫണ്ടിൻ്റെയൊക്കെ ഉള്ള ഇൻകംസ് എന്താണ്, ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ യൂണിറ്റ് ഹോൾഡേഴ്സ്. അതായത് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ അവരുടെ ഹോൾഡേഴ്സിന് സച്ച് ഇൻകം എക്സെംപ്റ്റഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. യൂണിറ്റ് ഹോൾഡേഴ്സ്, അതായത് ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് എന്നുള്ളതാണ്. ദെൻ ഗിഫ്റ്റിൻ്റെ കേസ് പറയുമ്പോൾ എനി എമൗണ്ട് റിസീവ്ഡ് ആസ് ഗിഫ്റ്റ് അപ് ടു 50,000, 50,000 വരെ ഈസ് നോട്ട് ടാക്സബിൾ. ദെൻ എക്സെംപ്റ്റഡ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ റിലേറ്റീവ്സിൽ നിന്നോ, അതേപോലെ തന്നെ മാരേജിന് കിട്ടുന്ന ഗിഫ്റ്റോ, പിന്നെ നമ്മളെ പൂർവികരിൽ നിന്ന് നമുക്ക് കൈമാറി കിട്ടുന്ന ഗിഫ്റ്റോ, പിന്നെ എന്താ പറയുക ടാക്സ് പെയറുടെ ഡെത്ത് കാരണം കൊണ്ട് വന്നിട്ടുള്ളതോ, അങ്ങനെയൊക്കെയുള്ള ഗിഫ്റ്റുകളൊക്കെ എന്താണ് എക്സെംപ്റ്റഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ് നെക്സ്റ്റ് പറയുന്നുണ്ട്. ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ ഫുള്ളി എക്സെംപ്റ്റഡ് ഫ്രം ദി അണ്ടർ സെക്ഷൻ 10-15 പ്രകാരം, അതായത് ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് സെക്ഷൻ 15 പറയുന്ന ആ സെക്യൂരിറ്റീസിനൊക്കെ ഫുള്ളി എക്സെംപ്റ്റഡ് ആണ്. ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്താണ്, ദീസ് സെക്യൂരിറ്റീസ് ആർ എയ്തർ ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്, ബട്ട് നോ ടാക്സ് ഈസ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഓൺ സച്ച് സെക്യൂരിറ്റീസ്, ഹെൻസ് ദ ഇൻട്രസ്റ്റ് ഓൺ സച്ച് സെക്യൂരിറ്റീസ് ഷാൾ ബി ഗ്രോസ്ഡ് അപ്പ്. ഇവിടെ പറയുന്നത് എന്താണ്, ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, കുറഞ്ഞ ടാക്സ് ഉള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയൊക്കെ സെക്യൂരിറ്റീസ്, ബട്ട് നോ ടാക്സ് ഈസ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ദീസ് ആർ ടാക്സബിൾ സെക്യൂരിറ്റീസ് ആണ്, പക്ഷേ അതിൽ നിന്ന് ടാക്സ് ഡിഡക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യില്ല എന്നും പറയുന്നുണ്ട് അതിൻ്റെ. ദെൻ ടാക്സ് ഫ്രീ നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ കേസിൽ വരുമ്പോൾ ആക്ച്വലി ദീസ് സെക്യൂരിറ്റീസ് ആർ നോട്ട് ടാക്സ് ഫ്രീ, ദ ടാക്സ് ഓൺ ഇൻട്രസ്റ്റ് എമൗണ്ട് ഈസ് ആക്ച്വലി പെയ്ഡ് ബൈ ദി കമ്പനി. അതുകൊണ്ട് തന്നെ ദ ഇഷ്യൂസ് ദീസ് സെക്യൂരിറ്റീസ് ഗെറ്റ് ഫുൾ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഫ്രം വിത്തൗട്ട് ഡിഡക്റ്റിംഗ് എനി ടാക്സ്. ടാക്സ് കുറയ്ക്കാതെ ബാക്കിയുള്ള എമൗണ്ടിന് ഫുള്ളായിട്ടും എന്താണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അതായത് അതിന് പറയുന്നത് എന്താണെങ്കിൽ ആക്ച്വലി ദീസ് സെക്യൂരിറ്റീസ് ആർ നോട്ട് ടാക്സ് ഫ്രീ. ഈ സെക്യൂരിറ്റീസ് ഒന്നും എന്തല്ല, ടാക്സ് ഫ്രീ അല്ല. ദ ടാക്സ് ഓൺ ദ ഇൻട്രസ്റ്റ് എമൗണ്ട് ഈസ് ആക്ച്വലി പെയ്ഡ് ബൈ ദി കമ്പനി വിച്ച് ഇഷ്യൂസ് ദീസ് സെക്യൂരിറ്റീസ്. അപ്പോൾ ദ ടാക്സ് ഓൺ ദി ഇൻട്രസ്റ്റ് എമൗണ്ട്, അതിനുള്ള ഇൻട്രസ്റ്റ് എമൗണ്ട് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്.
വിച്ച് ഇഷ്യൂസ് ദീ സെക്യൂരിറ്റീസ്, ആ സെക്യൂരിറ്റീസിന് അങ്ങനെ ഇൻട്രസ്റ്റ് എമൗണ്ട് ആക്ച്വലി പെയ്ഡ് ബൈ ദി കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ the assessee get full amount of interest from the company without deducting any tax. ടാക്സ് ഒന്നും കുറയ്ക്കാതെ ആ അസസിക്ക് ആ കമ്പനിയിൽ നിന്ന് അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഇൻട്രസ്റ്റ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്, അതുകൊണ്ട് തന്നെ ടാക്സ് കുറയ്ക്കാതെ ഫുള്ള് വരുമാനവും സ്വീകരിക്കാനുള്ള റൈറ്റ് അസസിക്ക് ഉണ്ട് എന്നാണ് കേട്ടോ പറയുന്നത് ആ പോയിന്റിൽ. ദെൻ പിന്നെ പറയുന്നത് ലെസ് ടാക്സ് ഓൺ നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ കേസിൽ ദീസ് ആർ ടാക്സബിൾ സെക്യൂരിറ്റീസ് ആണ്. ഇൻ ദിസ് കേസ് ഇൻകം ടാക്സ് ഈസ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഓൺ ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ്. ആ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടാണ് കിട്ടുക എന്നുള്ളതാണ്. അവിടെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇതിൽ വരുന്നത് കേട്ടോ. And balance amount of interest is paid to security holder. Here the gross amount of interest shall be included in the total income of the assessee. ആ ഇൻട്രസ്റ്റും കൂടെ കൂട്ടും ഏതിൻ്റെ കേസിൽ? ലെസ് ടാക്സ് നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ കേസിൽ. ദെൻ ഡിഡക്ഷൻസ് അലവബിൾ അണ്ടർ ദ ഇൻകം ഫ്രം അതർ സോഴ്സസിൽ പറയുന്ന ഡിഡക്ഷൻസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. കളക്ഷൻ ചാർജസ് പെയ്ഡ് ടു ബാങ്ക്, എനി അതർ പേഴ്സൺ റിയലൈസിങ് ഡിവിഡൻഡ് ഓർ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അതിന് ഡിഡക്ഷൻസ് ഉണ്ട്. റിപ്പയേഴ്സ്, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ അതിന് ഡിഡക്ഷൻസ് ഉണ്ട്. ഇൻ ദ കേസ് ഓഫ് ഫാമിലി പെൻഷൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓഫ് ₹15,000 ഓർ 1/3 ഓഫ് സച്ച് ഇൻകം വിച്ച് എവർ ഈസ് ലെസ്. അതിലേതാണ് കുറവ് എന്നുണ്ടെങ്കിൽ അതിന് ഫാമിലി പെൻഷൻ്റെ കേസിൽ ഡിഡക്ഷൻസ് കിട്ടും. എനി അതർ എക്സ്പെൻസ് ഓഫ് ഏണിംഗ് ഇൻകം നോട്ട് ബീയിങ് ക്യാപിറ്റൽ ഓർ പേഴ്സണൽ ഇൻ നേച്ചർ, അങ്ങനെ അല്ലാതെ വേറെ ഏതെങ്കിലും ഇൻകം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എക്സ്പെൻസ് ചിലവായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഡിഡക്ഷൻസ് ഉണ്ട്. ഡിഡക്ഷൻസ് നോട്ട് അലവബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഡിഡക്ഷൻസ് അലവബിൾ അല്ലാത്ത കേസസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, പേഴ്സണൽ എക്സ്പെൻസസ്, എക്സംപ്റ്റഡ് ഇൻകത്തിൻ്റെ എക്സ്പെൻസസ് ഓർ ലോസ് ഇൻ കണക്ഷൻ വിത്ത് ലോട്ടറി, ക്രോസ് വേർഡ് പസിൽസ്, റേസസ് എക്സെട്ര അതിനൊന്നും എന്തില്ല, ഡിഡക്ഷൻസ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ തിയറീസൊക്കെ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നതിനേക്കാളേറെ നിങ്ങളൊന്ന് വായിച്ച് നോക്കുമ്പോഴാവും പെട്ടെന്ന് മനസ്സിലാവുക കേട്ടോ. ഓക്കെ.